കൊച്ചിയിൽ ഗുണ്ട ആക്രമണങ്ങൾ ഒരു തുടർക്കഥയാകുന്നുവോ? കൊച്ചി സൗത്തിലുള്ള നെറ്റിപ്പാടം റോഡിൽ ലോട്ടറി വിൽപ്പനക്കാരനെ തോക്കുമായി വന്ന 4 സംഘം ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്തതായി പരാതി. സൗത്ത് മെട്രോ ലോഡ്ജിൽ ലോട്ടറി വിൽപ്പനക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന സജീർ KS എന്ന 43-കാരനെയാണ് അവിടെ തന്നെ ലൈൻ സ്പാ എന്ന പേരിൽ സ്പാ സെന്റർ നടത്തുന്ന മാനേജർ അടക്കമുള്ള ജീവനക്കാർ റൂമിൽ കയറി വന്ന് മർദ്ദിച്ചത്. ഷോപ്പിന്റെ അടുത്ത് ലൈൻ സ്പാ എന്ന് സ്പാ ഉണ്ട്. അവിടെ ഇല്ലീഗൽ സംഭവങ്ങളാണ് നടക്കുന്നത്. ലാസ്റ്റ് വീക്ക് അവരുടെ അടുത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചായിരുന്നു. അതിന്റെ പ്രശ്നത്തില് സൺഡേ എൻ്റെ റൂമിൽ കയറി തോക്ക് വെച്ച് പിന്നെ അടിച്ച് സ്റ്റിച്ച് ഉണ്ട്. ഇവിടത്തെ ബോൺ ഇതായിട്ടുണ്ട്, ഫ്രാക്ചർ ആയിട്ടുണ്ട്. എൻ്റെ ഐഫോണും കടയിലത്തെ കളക്ഷൻ എല്ലാം എടുത്തുകൊണ്ട് പോയി. കാശ് എടുത്തുകൊണ്ട് പോയി. 5500 കടേൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഐഫോൺ 14 ഫോൺ ഉണ്ടായിരുന്നു. അത് വന്നു നേരെ എൻ്റെ തലയിൽ കണ്ണു വെച്ചു, പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അപ്പത്തന്നെ എനിക്ക് പ്രഷറായി പോയി. ഗണ്ണൊക്കെ ആദ്യമായിട്ടല്ലേ ഫിലിമിലല്ലേ കണ്ടിട്ടു. തോക്ക് വെച്ചിട്ട് എൻ്റെ ഇവിടെ ഇടിച്ച് ഈ സൈഡിൽ. അത് കഴിഞ്ഞ് അവിടെ അയൺ ബോക്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഇവിടെ ഇതാക്കി. അതിന് ഫോണും ക്യാഷും എല്ലാം ആയിട്ട് അവർ. എത്ര പേരുണ്ടായിരുന്നു ഇവര്? ഒരു 6-5 പേര്. എനിക്ക് 2 പേരെയാണ് അറിയാവുന്നത്, അയാളുടെ മാനേജറെയും റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിനെ. അവിടുത്തെ മാനേജറും സ്റ്റാഫും ആണോ? അവിടുത്തെ മാനേജറും സ്റ്റാഫ്. അവർക്ക് 2-3 സ്പാകളുണ്ട്. അതിലൊരു മാനേജർ ഉണ്ട്, പിന്നെ മറ്റേ പുള്ളി ഇപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത റിസപ്ഷൻ ബോയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇല്ലീഗലും പിന്നെ അവിടുത്തെ ഇത് ഞാൻ ചോദ്യം ചെയ്തു. അതാണ് മെയിൻലി ഇത്. പിന്നെ അവർക്ക് ആ വൈരാഗ്യമുണ്ട്. ലൈൻ സ്പാ എന്ന പേരിൽ ഇവർ നടത്തിക്കൊണ്ടുവരുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്ന സംശയത്തെ തുടർന്ന് പരിസരവാസികളായ സജീർ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യുകയും അതേ തുടർന്ന് ലൈൻ സ്പാ ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വൈരാഗ്യത്തിന്മേലാണ് മാനേജർ അടക്കമുള്ളവർ തോക്കുമായി റൂമിൽ കടന്നു വന്ന് ഇയാളെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. സജീറിന്റെ കൈവശമുണ്ടായിരുന്ന 5500-ഓളം രൂപയും ഐഫോൺ 14-ഉം അക്രമികൾ കവരുകയും ദൃസാക്ഷിയായ സുഹൃത്തിന്റെ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു. ഞാൻ പുറത്ത് ഭക്ഷണം വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് ഞാൻ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കിലായിരുന്നു ഒരു 4-5 പേരുണ്ടായിരുന്നു. അവർ വന്ന് നേരെ കയറി ആദ്യം എന്നെ പിടിച്ചു. അപ്പോൾ എന്നെ പിടിച്ച ആ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞ ഇയാളല്ല, ആ മുടിയും താടിയും വളർത്തിയ ആളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അത് എന്നെ തോക്കാണ് കാണിച്ചത്. തോക്കാണ് ഞാൻ കാണുന്നത്. ഒരു ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ കണ്ടു, ബ്ലാക്ക് കളർ ഞാൻ കണ്ടു. അതിൻ്റെ ഒരാൾ എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ടാണ് അവർ റൂമിലേക്ക് പോകുന്നത്. പിന്നെന്താണ് റൂമിൽ ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ ആൾ ബ്ലഡൊക്കെ ആയിട്ട് അവിടെ തറയിലിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഫോണൊക്കെ എടുത്തുകൊണ്ട്. അപ്പോഴാണ് എൻ്റെ ഫോൺ, അപ്പോൾ ഞാൻ ഈ ആളുടെ കയ്യിൽ നിന്ന് തന്നെ ഫോൺ ഉണ്ടപ്പോൾ അവർ ഫോൺ തട്ടിയപ്പോൾ അത് താഴെ വീണു. ഇത് കളയുമ്പോൾ പിന്നെ അവരെടുത്തില്ല. എന്നാൽ ഓൾറെഡി പോയില്ലെന്ന് അവർ കണ്ടത്, അവരെടുത്തില്ല. അത് തിരിച്ചു വരുന്ന വഴിക്കാണ് എന്നോട് പറഞ്ഞത്, അവനോട് പറഞ്ഞേക്ക് ഞങ്ങൾ അവൻ്റെ വണ്ടി എന്തൊക്കെ ശരിയാക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് നീയൊക്കെ വന്നിട്ട് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് പൊക്കോ, പിന്നെ കേസൊക്കെ കൊടുക്കുന്നത് നീ കൊടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം. വെല്ലുവിളി. ആ തോക്കായിട്ട് വന്ന ആളാണ് അത് പറഞ്ഞത്. ഇല്ല കണ്ടിട്ടില്ല. എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല പേര്. അല്ല, ഞാൻ അന്ന് അവിടെ വന്നതാണ്, സുഹൃത്താണ്. ഞായറാഴ്ച ഞങ്ങൾ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ മഴയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ മഴയില്ലാതെ രാത്രി പോകണ്ട. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഫുൾ ബ്ലഡൊക്കെ ആയിട്ട് തറയിലിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ലൈൻ സ്പാ എന്ന സ്ഥാപനം പൂട്ടി ജീവനക്കാർ ഒളിവിലാണ്. 341, 324, 394 വകുപ്പുകൾ പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അധികൃതർ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈവിട്ടു പോകുന്നു എന്നതിനെപ്പറ്റി ഇന്നൊരു CPO തന്നെ പ്രശസ്ത ചാനലിന് അഭിമുഖം കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വസ്തുത ഇതാണ്: കേരളത്തിൽ മൊത്തത്തിൽ ഗുണ്ടാ സംഘങ്ങളും കയ്യൂക്കുള്ളവരും ഒക്കെ കാര്യങ്ങൾ കണ്ടു തുടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. പോലീസിന് പ്രത്യേകിച്ച് ഇവർക്ക് കുടപിടിക്കുക എന്നതല്ലാതെ വേറെ ഒരു റോളുമില്ല. ആഭ്യന്തരമന്ത്രി എപ്പോഴും കേരളത്തിലില്ല, ടൂറിലായതുകൊണ്ട് തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനും അദ്ദേഹത്തിന് സമയമില്ല. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെയാകും കൂടുതൽ അക്രമങ്ങളും ഇതുപോലെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത്. LDF വരും, എല്ലാം ശരിയാകും എന്നാണല്ലോ പറഞ്ഞത്. എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.